മുഖ്യമന്ത്രിയുടെ മകനെതിരെ വന്ന ED കേസ് പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ തുടർവാർത്തകളൊന്നും വന്നില്ല. പക്ഷേ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തു. EDക്കും കേന്ദ്ര ധന റവന്യൂ വകുപ്പുകൾക്കുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വിവേകിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനെ കസ്റ്റഡി എടുക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലാണ് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാജു വിവരങ്ങൾ നൽകും. സാജു, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറേ നടപടികൾ ദുരൂഹമായി തുടരുകയാണ്. ED എന്തുകൊണ്ട് തുടർ നടപടി എടുത്തില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊരു തുടർച്ച വേണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പരാതിയെ കാണേണ്ടത്. സൈഫുദ്ദീൻ, ജിൽസി, EDയുടെ നോട്ടീസ് പോയ വഴി കണ്ടില്ലെങ്കിലും അതിനെ വിടാൻ ഏതായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടില്ല. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് AICC അംഗം കൂടിയായ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന അനിൽ അക്കരയുടെ പരാതി നൽകിയപ്പെട്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, ഒപ്പം തന്നെ അഡീഷണൽ ഡയറക്ടർ കൊച്ചി, കേന്ദ്ര ധനകാര്യ വകുപ്പ്, കേന്ദ്ര റവന്യൂ വിഭാഗം സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ, കേസിലെ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് എന്നിവരെ ചോദ്യം ചെയ്യണം. അവരെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് വേണം ചോദ്യം ചെയ്യാൻ. നിയമപരമായി കേസിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഫെബ്രുവരി 14 വിവേകിനൊപ്പം നോട്ടീസ് നൽകി ഹാജരായ M. ശിവശങ്കർ IAC കേസിൽ 1ാം പ്രതിയും 1 വർഷം റിമാൻഡിലാവുകയും ചെയ്തു. മേൽ സൂചിപ്പിച്ച വിഷയങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാകാത്തതിനാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലൈഫ് മിഷൻ നടത്തിയ ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന ഈ തട്ടിപ്പിൽ വിവേക്, കിരൺ, ഖാലിദ് എന്നിവർ പങ്കാളികളാണ്. അതിനാൽ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. മാത്രമല്ല FCRA ലംഘനത്തിന്റെ പേരിൽ ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ PLMA അനുസരിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസിൽ പ്രതികളെ കണ്ടെത്തി നിയമപരമായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് ഈ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിൽസി, സൈഫുദ്ദീൻ. ശരി, സാജുവാണ് വിവരങ്ങൾ നൽകിയത്. ജിൽസി, കേസിന് കോൺഗ്രസ് വിട്ടാലും അക്കരെ വിടാൻ പോകുന്നത് തീർച്ചയായിട്ടും. ലൈഫ് മിഷൻ തട്ടിപ്പിൽ അത്രയേറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളാണ്, നേതാവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് തന്നെ അറിയേണ്ടതുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്.